The more you know about the past, the better prepared you are for the future. ആരാ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതെന്നറിയോ? റൂസ്വെൽറ്റ്, തിയഡോർ റൂസ്വെൽറ്റിൻ്റെ ഒരു കൊട്ടേഷനാണിത്. അപ്പോൾ മക്കളെ, നമുക്ക് ശരിക്കും നമ്മളുടെ പാസ്റ്റിൽ എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു നോളജ് നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. നമുക്ക് ലെറ്റ്സ് സീ വാട്ട് ദ ഇന്ത്യൻ നാഷണലിസം ഹാസ് ടു ടീച്ച് us. Hi all, Anu again. Welcome to the introductory lecture of History Chapter, The Nationalism in India. അപ്പോൾ ഞാൻ ശരിക്കും ഇവിടെ നമുക്ക് ഇത് CBSE ആണെന്നോ സ്റ്റേറ്റ് അല്ലെങ്കിൽ SSLC ആണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്താ, നമ്മളുടെ ഇന്ത്യൻ നാഷണലിസം അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമുക്ക് എല്ലായിടത്തും ഒരേപോലെ വേണ്ട ഒരു ലെസണാണ്, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് സെഷൻസാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ആ ഒരു ബേസിക് ഇൻട്രഡക്ടറി ലെക്ചറിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ നാഷണലിസം ഇൻ ഇന്ത്യ, നമ്മൾ അതിന് മുമ്പ് പഠിച്ചിരുന്നത് എന്തായിരുന്നു? നാഷണലിസം ഇൻ യൂറോപ്പ് നമ്മൾ കണ്ടിരുന്നു അല്ലേ? കാണാത്തവരൊന്ന് കണ്ടു നോക്കണം, ആവശ്യമുള്ളവർ മാത്രം. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്താ പഠിച്ചത്? ശരിക്കും ആ ഒരു നാഷണലിസം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏർജ് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതയിലേക്ക് ആ ജനങ്ങൾ ഒറ്റ ഒരു ദിവസം കൊണ്ട്, അല്ലെങ്കിൽ എന്താ ഒരു നൊടിയുടെ കൊണ്ട് ഒന്നും എത്തിപ്പെട്ടതല്ല. അതിൻ്റെ പുറകിൽ ഒരുപാട് കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് മനുഷ്യരുടെ ഒത്തിരി സ്ട്രഗിൾസും ഒരുപാട് മൂവ്മെൻറ്റ്സും ഒക്കെ നമ്മൾ കണ്ടിരുന്നു ഇവിടെ നാഷണലിസം ഇൻ യൂറോപ്പിൽ. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണലിസത്തിലും നമുക്കൊരു എന്താണ് സീരീസ് ഓഫ് ഇവൻറ്റ്സ് ആൻഡ് സ്ട്രഗിൾസ്, അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ അത് കാണാൻ പോകുന്നതിന് മുമ്പ് ശരിക്കും എങ്ങനെയാണ് ഇവിടെ അതിൻ്റെ ഒരു ആവശ്യകത എന്താണ് വന്നത്? നമ്മളിപ്പോൾ ഇന്ത്യ ആസ് എ കൺട്രി കാണുന്നുണ്ട് അല്ലേ? ഒരു നേഷൻ സ്റ്റേറ്റ് ആയിട്ട് ഇന്ത്യ കാണുന്നുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് എന്തൊക്കെയായിരുന്നു അവസ്ഥ? അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയാലേ ഉള്ളൂ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്കിത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കാണാം, നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം ആകുന്നതിന് മുമ്പ്, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയ യുഗം, അവിടെ ബ്രോൺസ് ഏജ് ഒക്കെ വെച്ച് നോക്കും, വെങ്കല യുഗത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ എന്താണ് വൺ ഓഫ് ദി 3 ക്രാഡിൽസ് ഓഫ് സിവിലൈസേഷൻ, നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, നമ്മൾ അതിൻ്റെ ഒരു പാർട്ടായിരുന്നു ഇന്ത്യ അല്ലേ? ദെൻ അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിൽ എക്സിസ്റ്റഡ് ആയിരുന്ന ഒരു ഡൈനാസ്റ്റി അല്ലെങ്കിൽ സാമ്രാജ്യമായിരുന്നു മഗധ ഡൈനാസ്റ്റി. ദെൻ അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നിലനിന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്ന മൗര്യ സാമ്രാജ്യം. അതും എവിടെയായിരുന്നു? ഇന്ത്യ ആയിരുന്നു ഭരിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഗുപ്ത സാമ്രാജ്യം വന്നു. അങ്ങനെ കുറേ ഡൈനാസ്റ്റീസ് ആൻഡ് എംപറേഴ്സ് വന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു 14, 15, 16 നൂറ്റാണ്ട് ആ ഒരു സമയത്തൊക്കെ ശരിക്കും ഇന്ത്യ മുഗൾസ്, മറാത്താസ്, സിഖ്സ്, അങ്ങനെ ഒരുപാട് പേര് ഇവിടെ റൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും, ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഒരു ആസ് എ ഹോൾ കൺട്രി അങ്ങനെയൊന്നും ആയിരുന്നില്ല എക്സിസ്റ്റ് ചെയ്തിരുന്നത്. പല നാട്ടുരാജ്യങ്ങൾ അല്ലേ, പല പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെതറി തെറിച്ച് കിടക്കുകയാണ്. നമുക്കറിയാലോ, ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കിയാൽ പോലും നാനാത്വത്തിൽ ഏകത്വം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളതാണ് നമ്മൾ ഇന്ത്യനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു എന്താണ് സ്ലോഗൻ തന്നെ. എന്താ അപ്പോൾ അതിനർത്ഥം? നമ്മൾ കാണുന്ന ഈ ഒരു രാജ്യം എന്ന് പറയുന്നിടത്ത് തന്നെ പലതരം കൾച്ചേഴ്സ്, പലതരം ട്രഡീഷൻസ്, പല ഭാഷകൾ അല്ലേ? അപ്പോൾ ഇപ്പോൾ തന്നെ അതിന് ഇത്രയും ഡൈവേഴ്സിറ്റീസ് ഉണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഇതിനെക്കാട്ടിലും കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല സാമ്രാജ്യങ്ങളുടെ ഭരണത്തിൻ്റെ കീഴിൽ ഇങ്ങനെ മുമ്പോട്ട് വരുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പോഴാണ് നമ്മളുടെ ആ ഒരു നമ്മളുടെ ഒരു യൂറോപ്യൻ ഇൻവേർഷൻ, യൂറോപ്യൻസിൻ്റെ ഒരു കടന്നുകയറ്റം അടുത്ത ഒരു ലെവലിലേക്ക് നമ്മുടെ ഭാരതത്തിൽ കാണുക. ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു നാഴികക്കല്ലെന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം വാസ്കോ ഡ ഗാമ 1498 പോർച്ചുഗീസായിരുന്നു അല്ലേ? അപ്പോൾ അദ്ദേഹമാണ് ആദ്യമായിട്ട് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു പുതിയ സീ റൂട്ട്, ഒരു സമുദ്രപാത കണ്ടുപിടിച്ച് അദ്ദേഹം ഇവിടെ എത്തുകയാണ്. അപ്പോൾ ശരിക്കും ഇത് ഒരു ഇൻഡോ യൂറോപ്യൻ കൊമേഴ്സ്, ഇന്ത്യയും യൂറോപ്യൻ കൺട്രീസുമായിട്ടുള്ള ഒരു കച്ചവടത്തിൻ്റെ നാഴികക്കല്ലായിരുന്നു. അപ്പോൾ ശരിക്കും 1961 ഗോവ ഇന്ത്യയോട് കൂടി ചേർക്കപ്പെടുന്നത് വരെ പോർച്ചുഗീസുകാരുടെ ഒരു കോളനി ആയിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ പല രീതിയിൽ തന്നെ അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മളുടെ ഡച്ചുകാരുടെ കടന്നുകയറ്റം വരിക. അപ്പോൾ സീലോൺ, നമ്മുടെ ശ്രീലങ്കയിൽ നിന്ന് നമ്മുടെ മലബാറിലൊക്കെ ഒരുപാട് പോർട്ടുകൾ, തുറമുഖങ്ങളൊക്കെ അവർ സ്ഥാപിക്കുകയൊക്കെ ഉണ്ടായി. പക്ഷേ ശരിക്കും ഈ ഡച്ചുകാരുടെ ആ ഒരു കടന്നുകയറ്റം ഒരു പരിധി വരെ, അല്ലെങ്കിൽ അതൊരു വലിയ ഫെയിലർ ആയത് എങ്ങനെയാണ്? നമ്മളുടെ കിങ്ഡം ഓഫ് ട്രാവൻകൂർ നാട്ടുരാജ്യവുമായിട്ടുള്ള നമ്മുടെ കുളച്ചൽ യുദ്ധം അല്ലേ, ദ ബാറ്റിൽ ഓഫ് കുളച്ചൽ,
ആ കുളച്ചൽ യുദ്ധത്തോടു കൂടിയാണ് ശരിക്കും ഡച്ചുകാർ പരാജയപ്പെട്ടു. ദെൻ അവർക്ക് വീണ്ടും നമ്മൾ ഇന്ത്യയിലേക്ക് ഒന്ന് കടന്നു കയറി പുതിയ കോളനികളൊക്കെ ഉണ്ടാക്കാനുള്ള ആ ഒരു ശ്രമം പോലും അമ്പി പരാജയപ്പെട്ടു പോയി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഓരോ നാട്ടുരാജ്യങ്ങൾ തമ്മിലും അവരുടെ തമ്മിലുള്ള രാജാക്കന്മാർ തമ്മിലുള്ള ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സും ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസൊക്കെയാണ്. അപ്പോൾ ഈ ഇഷ്യൂസിൻ്റെ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂറോപ്യൻ ശക്തികൾക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കയറി നമ്മളുടെ സ്ഥലങ്ങളും നമ്മുടെ അവിടുത്തെ അധികാരങ്ങളൊക്കെ പിടിച്ചെടുക്കാനായിട്ടൊക്കെ ആ ഒരു സിറ്റുവേഷൻ ഫേവറബിൾ ആയിരുന്നു. എന്തുകൊണ്ടാണ്? അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ കൺട്രിയിലെ ഉള്ളിൽ തന്നെ നമ്മൾ ഒന്നാണെന്നുള്ളൊരു ചിന്തയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൊത്തത്തിലുള്ള ഒരു ഈ അലമ്പും വഴക്കൊക്കെ തന്നെ. അപ്പോൾ അതൊക്കെ കാരണം ഈ പറയുന്ന വഴിയെ പോകുന്നവരെല്ലാം വന്ന് നമ്മുടെ രാജ്യത്ത് കയറി ഒരു സാമ്രാജ്യത്വം സ്ഥാപിക്കാനുള്ള ആ ശ്രമങ്ങളൊക്കെ ഒരുപാട് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ഇടയ്ക്കാണ് ശരിക്കും നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം അല്ലെങ്കിൽ ഗതി തന്നെ മാറ്റിമറിച്ച ബ്രിട്ടീഷസിൻ്റെ കടന്നുവരവ്. അപ്പോൾ ഇവരുടെ ഈ ഒരു കടന്നുകയറ്റത്തിന് തുടക്കം കുറിക്കുന്നത് തന്നെ 1612 1612 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മൾ ഇന്ത്യയിൽ വന്നിട്ട് ശരിക്കും ട്രേഡ് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് അവർ വരിക. അപ്പോൾ അവർ വന്ന് കച്ചവടത്തിന് വേണ്ടിയിട്ട് തുടങ്ങി അവരുടെ സ്വന്തമായിട്ടുള്ള ആർമിയൊക്കെ അങ്ങാക്കി മൊത്തത്തിൽ ഇങ്ങനെ അവരുടേതായ ഒരു അധികാരം അങ്ങ് പിടിച്ചെടുക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വരിക. അപ്പോൾ ശരിക്കും ഇവിടുന്ന് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ 1757 പ്ലാസി യുദ്ധം, ബാറ്റിൽ ഓഫ് പ്ലാസി, ആ ഒരു യുദ്ധത്തോടു കൂടി അപ്പോൾ ഒരു ആർമിയൊക്കെ ആയിട്ട് വെൽ സെറ്റിൽഡ് ആണല്ലേ. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗാൾ അവർ കീഴടക്കാണ്. അപ്പോൾ 1787 പ്ലാസി യുദ്ധം എന്ന് പറയുന്നതാണ് ബ്രിട്ടീഷുകാരുടെ ഒരു ഭരണത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത്. ദെൻ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം അവർ കോളനികൾ സ്ഥാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇതിൽ ഈവൻ വേറെ രാജാക്കന്മാരുണ്ടെങ്കിൽ പോലും ദ അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്ന ആർക്കാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാണ്. അപ്പം ശരിക്കും നിങ്ങൾ പഴയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ശരിക്കും എങ്ങനെയാണ് ഇവർ ഈ അധികമായ നികുതി ടാക്സ് റേറ്റൊക്കെ കൂട്ടി, അതുപോലെ തന്നെ നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങളൊക്കെ എങ്ങനെ നശിപ്പിച്ച് അവരെങ്ങനെയാണ് നമ്മളെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തതെന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും ഈ ബ്രിട്ടീഷുകാരുടെ ഇങ്ങനെയുള്ള ഒരു സാമ്പത്തിക ചൂഷണം എന്ന് പറയുന്നതാണ് ശരിക്കും നമ്മുടെ ഇന്ത്യൻ ദേശീയതയെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണലിസം എന്ന് പറയുന്ന ആ ഒരു വികാരത്തെ ഉണർത്തിയത്. അതൊരു ആൻറ്റി കൊളോണിയലിസ്റ്റ് മൂവ്മെൻറ്റ്, അതായത് ഈ കോളനിവൽക്കരണത്തിനെതിരെ, അതായത് ഇവരുടെ ഭരണത്തിന് കീഴിൽ ഇവരുടെ സൗകര്യത്തിന് അങ്ങനെ അതായത് നമുക്ക് ഒരു സ്വന്തമായിട്ട് നല്ലൊരു വേജസ് ഇല്ല, നല്ല വേതനം കിട്ടുന്നില്ല, കൂലി കിട്ടുന്നില്ല, വേണ്ട ഫെസിലിറ്റീസ് ഇല്ല, ഭക്ഷണമില്ല, കൂലിയില്ല, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു രീതിയിലുമുള്ള ഒരു ഫ്രീഡം ഇല്ല. ഇങ്ങനെ മൊത്തത്തിൽ ഇന്ത്യൻ ജനതയെ അടിച്ചമർത്തപ്പെട്ടു. അപ്പോൾ അതുപോലെ തന്നെ പട്ടിണിയും പരിവട്ടവും, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം കൂടി ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു കോളനിവൽക്കരണത്തിനെതിരെ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ ഒരു ഇന്ത്യൻ നാഷണലിസം എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് തുറന്നു വരികയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ട ഘട്ടങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INCയുടെ ആ ഒരു സ്ഥാനമൊക്കെ ഒരുപാട് വലുതാണ്. 1885 AO ഹ്യൂമാണ് ഫൗണ്ടർ അല്ലേ. ദെൻ ഫസ്റ്റ് പ്രസിഡന്റ് ആരായിരുന്നു? WC ബാനർജി. അപ്പോൾ ബോംബെയിൽ വെച്ചിട്ട് 1885 INC സ്ഥാപിതമാകുന്നു. ദെൻ അവരുടെ ഓരോ മൂവ്മെൻറ്റ്സ്, ദെൻ അതിനോട് ചേർന്നിട്ട് നമുക്ക് ഗാന്ധിജിയും കൂടെ INCയുടെ ഭാഗമായിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് മൂവ്മെൻറ്റ്സ് ആൻഡ് സ്ട്രഗിൾസിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ശരിക്കും നമ്മൾ ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ലെസണിൽ ആദ്യം പഠിക്കാം ദ ഫസ്റ്റ് വേൾഡ് വാർ, ഖിലാഫത്ത് ആൻഡ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും ഒന്നാം ലോക മഹായുദ്ധം നമ്മളുടെ ഇന്ത്യയിൽ എന്തൊക്കെ എഫക്ട്സ് ഉണ്ടാക്കി എന്ന് കാണാൻ ഗാന്ധിജി ദ ഐഡിയ ഓഫ് സത്യാഗ്രഹ അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് സ്പ്രെഡ് ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് പുട്ട് ഫോർവേഡ് ചെയ്തതെന്നുള്ളതൊക്കെ നമ്മൾ ഈ ലെസണിൽ പഠിക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത് ദ ഡിഫറെൻറ്റ് സ്ട്രാൻഡ്സ് വിതിൻ ദ മൂവ്മെൻറ്റ്. അതിനകത്ത് നമ്മൾ ശരിക്കും നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, നിസ്സഹകരണ പ്രസ്ഥാനം. ദെൻ അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ്. എന്തായിരുന്നു? നിയമലംഘന പ്രസ്ഥാനം അല്ലേ. അപ്പോൾ ശരിക്കും ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ്, അത് എന്തിനാണ്, എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട്സ് എന്തൊക്കെയായിരുന്നു, നമ്മളത് എങ്ങനെയൊക്കെയാണ് ഓർഗനൈസ് ചെയ്തത്, ഇതൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഇതിൻ്റെ എല്ലാ ആസ്പെക്ട്സും സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റിൽ നമ്മൾ പഠിക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ദ സെൻസ് ഓഫ് കളക്റ്റീവ് ബിലോങ്ങിങ്. ശരിക്കും എങ്ങനെയാണ് ഒരു നാഷണലിസം എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് സ്പ്രെഡ് ചെയ്തത്, അത് എങ്ങനെയൊക്കെ അത് വർക്കൗട്ടായി, എങ്ങനെയാണ് നമ്മളെ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയത്.
ഹൗ വി ഗോട്ട് ദ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ചാപ്റ്ററിൽ പല 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 ചെറിയ ലെസൺസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എന്താണ് ഇന്ത്യൻ നാഷണലിസം, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് നമ്മൾ പഠിക്കണേ, അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഡിലേ ആവുന്നുണ്ട് എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. അപ്പോൾ പിന്നെ എന്താ, നിങ്ങൾക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്നതിലൊക്കെ ഞാൻ ക്ലാസ്സുകളായിട്ട് വരും കേട്ടോ. അത്യാവശ്യമായിട്ട് ടോപ്പിക്സൊക്കെ പറയുവാണെങ്കിൽ ഇപ്പോൾ ഓക്കെ, അതായത് ഒരു കംപ്ലീറ്റ് ചാപ്റ്റർ മൊത്തം ഇങ്ങനെ പോകുമല്ലാതെ അത് നമുക്ക് ഒബിയസ്ലി പറ്റതുപോലെ നമ്മൾ പോകും. അതല്ലാതെ തന്നെ ഇപ്പോൾ ഇൻ കേസ് ഇതിനകത്ത് ചില ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കൊക്കെ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അങ്ങനത്തെ ആ ഒരു സെലക്റ്റീവ് ടോപ്പിക്സ് നമുക്ക് ചെയ്യാം. +1 സയൻസ് നിങ്ങളുടെ റിക്വസ്റ്റൊക്കെ ഞാൻ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെയും എല്ലാം നമുക്ക് പറ്റാവുന്ന പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഈ ഒരു ലെസൻ്റെ ഇൻട്രഡക്ടറി പാർട്ട് ഇതുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് ഉപകാരം ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. then അതുപോലെ തന്നെ ഇത് ഉപകാരപ്പെടും എന്ന് തോന്നുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ഒരു ലെസണിൽ കാണുന്നവരെ എല്ലാവരും സേഫായിട്ട് സന്തോഷമായിട്ട് മിടുക്കറായിട്ടിരിക്കുക. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ സേഫ്. ടാറ്റാ.